താഴ്വര ഭാഗം 14. മാരുതൻ നിവാന്തറിന്റെ ശബ്ദം നേർത്ത പർവ്വതവായുവിനെ ഒരു മുനയുള്ള വാൾ പോലെ കീറിമുറിച്ചു. ചരിവിലൂടെ താഴേക്ക് കുതിച്ചപ്പോൾ അവന്റെ കാലുകൾ ഇടറി. ഒന്നിലധികം തവണ വഴുതി വീണു. കാൽമുട്ടുകൾ പരുക്കൻ കല്ലിൽ കൊണ്ട് മുറിഞ്ഞു. കൈകൾ വിറച്ചു. പക്ഷെ അവനത് കാര്യമാക്കിയില്ല. എത്രയും വേഗം മാരുതന്റെ അടുത്തെത്താനായി വേഗത്തിൽ താഴേക്ക് കുതിച്ചു. അവന്റെ പിന്നാലെ മറ്റുള്ളവർ നിലവിളിച്ചുകൊണ്ട് പാഞ്ഞു. അവരുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. പരിഭ്രാന്തിയും അവിശ്വാസവും കൊണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു. മൂർച്ചയുള്ള കാറ്റ് അവരുടെ മുഖത്താഞ്ഞടിച്ചു. പക്ഷെ അവരുടെ ആത്മാവിനെ പിടികൂടിയ ഭീകരതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതൊന്നുമല്ലായിരുന്നു. മാരുതൻ വീണ സ്ഥലത്ത് അവർ എത്തിയപ്പോൾ ലോകം തന്നെ നിലച്ചുപോയതുപോലെ തോന്നി. അവൻ കല്ലുകൾക്കിടയിൽ കമിഴ്ന്നു കിടന്നു. കൈകാലുകൾ അസ്വാഭാവികമായി വളഞ്ഞു. രക്തം അവന്റെ അടിയിലെ പാറയെ കുതിർത്തു. പാറയുടെ മുകളിൽ കമിഴ്ന്നു കിടന്ന മാരുതനെ നിവാന്തർ തിരിച്ചു കിടത്തി. അവന്റെ മുഖം ചതഞ്ഞിരുന്നു. ഒരു കണ്ണ് വീർത്തിരുന്നു. അവന്റെ നെറ്റിയുടെ വശത്ത് ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. കട്ട പിടിക്കാൻ വിസമ്മതിച്ച ഇരുണ്ട രക്തം ഒലിച്ചിറങ്ങി. അവന്റെ നെഞ്ചുയർന്നു താഴ്ന്നു. ആഴമില്ലാത്ത ക്രമരഹിതമായ ശ്വാസം മുട്ടലുകളിൽ വീണു. അവന് കഷ്ടിച്ച് ജീവനുണ്ടായിരുന്നു. മാരുതൻ ഞരങ്ങി. അവരുടെ ഹൃദയങ്ങളെ തുളച്ചു കയറുന്ന ഒരു മങ്ങിയ ദയനീയമായ ശബ്ദം. എന്തോ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവന്റെ വിരലുകൾ വിറച്ചു. അവന്റെ ചുണ്ടുകൾ ചലിച്ചു. പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ദായു അവന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. ശക്തമായി നിൽക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ ശബ്ദം വിറച്ചു. മാരുതൻ ദായുവിന്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ വിരലുകൾ അനങ്ങുന്നില്ല. നെറ്റിയിലെ മുറിവിൽ നിന്നും രക്തം കൂടുതൽ ശക്തിയായി പുറത്തേക്കൊഴുകാൻ തുടങ്ങി. നല്ലൂക തന്റെ സഞ്ചിയിൽ നിന്നും ഒരു തുണി പുറത്തെടുത്ത് മുഖത്തു നിന്നും രക്തം പതിയെ തുടച്ചു. അപ്പോൾ മുറിവിന്റെ ആഴം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. മുറിവിൽ തൊടുമ്പോൾ കൂടുതൽ രക്തം പുറത്തേക്കൊഴുകി. പൊട്ടിയ ഉറവയിലെ വെള്ളം പോലെ അത് നിർത്താതെ ഒഴുകി. ഇത് നിൽക്കുന്നില്ല, നല്ലൂക മന്ത്രിച്ചു. അവന്റെ ശബ്ദത്തിൽ പരിഭ്രാന്തി പടർന്നു. ധനിരവ് വിറയ്ക്കുന്ന കൈകളോടെ തന്റെ സഞ്ചിക്കുള്ളിൽ പരതി. ഒടുവിൽ അവനൊരു ചെറിയ പെട്ടി കണ്ടെത്തി. അടിയന്തര ആവശ്യങ്ങൾക്കായി മേഖല നൽകിയ ഔഷധക്കൂട്ടുകൾ അടങ്ങിയ പെട്ടി. അവനത് തുറന്നു. അതിനുള്ളിൽ കടും പച്ച നിറത്തിലുള്ള കട്ടിയുള്ള കുഴമ്പ് രൂപത്തിലുള്ള ഒരു ഔഷധക്കൂട്ടുണ്ടായിരുന്നു. വിരലുകൾ കൊണ്ട് അത് പുറത്തെടുത്തു. മാരുതന്റെ മുറിവിൽ അവൻ അത് മൃദുവായി പുരട്ടി. അധികം അമർത്താതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. കുഴമ്പ് രക്തത്തിൽ തിളങ്ങി. തൽക്ഷണം ഒഴുക്ക് മന്ദഗതിയിലായി. പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ മുറിവിൽ നിന്ന് വീണ്ടും രക്തം വന്നു. നല്ലൂക പെട്ടെന്ന് വൃത്തിയുള്ള ഒരു തുണിയെടുത്ത് മുറിവിന് മുകളിൽ അമർത്തി. ദായു അവനെ സഹായിച്ചു. നല്ലൂക അത് മാരുതന്റെ തലയിൽ മുറുകെ ചുറ്റി. മുറിവ് കെട്ടിക്കഴിഞ്ഞപ്പോൾ രക്തമൊഴുകുന്നത് കുറഞ്ഞു. പക്ഷെ മാരുതൻ അപ്പോഴും അവിടെ തന്നെ കിടന്നു. ശ്വാസം ദുർബലമായി. വസ്ത്രങ്ങൾ കീറി രക്തത്തിൽ കുതിർന്നിരുന്നു. തുടയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. ഇടതുകാൽ വളഞ്ഞിരുന്നു. അസ്ഥി ഒടിഞ്ഞത് വ്യക്തമായി കാണാമായിരുന്നു. കാലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നല്ലൂക പറഞ്ഞു, ഇതൊടിഞ്ഞിട്ടുണ്ട്, നമുക്കിത് കെട്ടിവെക്കണം. സംഘത്തിലെ 2 പേർ മലയുടെ അപ്പുറത്ത് മരങ്ങൾ കണ്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് വടികളും വള്ളികളും ശേഖരിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അവർ 1-2 കമ്പുകൾ കൂട്ടിച്ചേർത്ത് കാലുകൾക്ക് ബലം നൽകുന്ന വിധത്തിൽ ഒരു താൽക്കാലിക സംരക്ഷണ കവചമുണ്ടാക്കി. മാരുതൻ അബോധാവസ്ഥയിൽ പിറുപിറുത്തു. ധനിരവ് ഒടിഞ്ഞ കാല് കമ്പുകളോട് ചേർത്ത് മുറുകെ കെട്ടി. അവരെല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചു. അവരുടെ വിറങ്ങലിച്ച ശബ്ദങ്ങൾ നിരാശയോടെ ഉച്ചത്തിൽ മുഴങ്ങി. ചൂടുള്ള പർവ്വതക്കാറ്റിനെ വകവയ്ക്കാതെ അവരുടെ നെറ്റിയിൽ വിയർപ്പൊലിച്ചിറങ്ങി. തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്ത ശേഷം അവർ നിസ്സഹായതയോടെ അവന്റെ ചുറ്റും നിന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും? ധനിരവ് ചോദിച്ചു. അവന്റെ ശബ്ദം ഒരു പിറുപിറുപ്പിന് മുകളിലായിരുന്നു. ദായു നിവാന്തറിനെ നോക്കി. പരിഹാരം തേടി അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. കാറ്റിന്റെ വിദൂര മന്ത്രവും മാരുതന്റെ നേരിയ ശ്വാസവും മാത്രം വായുവിൽ തങ്ങി നിന്നു. ഒടുവിൽ ദായു സംസാരിച്ചു. അവന്റെ ശബ്ദം മൃദുവാണെങ്കിലും കുറച്ചതായിരുന്നു. നമുക്ക് മാരുതനെ വിട്ടുപോകാൻ കഴിയില്ല. മലയിൽ നിന്ന് കുറച്ചുകൂടി താഴേക്ക് പോയാൽ നമുക്ക് വെള്ളം കണ്ടെത്താൻ കഴിയും. പക്ഷെ അങ്ങനെ ചെയ്യാൻ നമുക്കവനെ ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. നിവാന്തർ താടിയിൽ തടവി. ആ ചിന്ത അത്രമാത്രം അസഹനീയമായിരുന്നു. സംഘത്തിലുള്ളവർ പരസ്പരം നോക്കി. പരിക്കേറ്റ മാരുതനെ നോക്കി ദായു തുടർന്നു, ഈ മലയിൽ മരിക്കാൻ നമുക്കവനെ വിടാൻ കഴിയില്ല. താഴ്വരയിൽ അവനെ ജീവനോടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ വെള്ളം കണ്ടെത്താതെ നമുക്ക് താഴ്വരയിലേക്ക് മടങ്ങാനും കഴിയില്ല. നമുക്ക് 2ആയി പിരിയാം. 10 പേർ എന്നോടൊപ്പം വരൂ. വെള്ളം കണ്ടെത്താൻ നമുക്ക് താഴേക്കിറങ്ങാം. നിവാന്തറിനെ ഒന്ന് നോക്കി ദായു തുടർന്നു. നിവാന്തർ, ബാക്കിയുള്ളവരുമായി നീ മാരുതനെ താഴ്വരയിലേക്ക് തിരികെ കൊണ്ടുപോകൂ. ഒരു നിമിഷം പോലും പാഴാക്കരുത്. നിവാന്തർ പതുക്കെ തലയാട്ടി. വികാരത്താൽ അവന്റെ മുഖം
ഇറുകിയതായിരുന്നു. സമയം പാഴാക്കാതെ സംഘം നീങ്ങി. ശേഖരിച്ച വടികൾ ഉപയോഗിച്ച് അവർ ഒരു ഘടനയുണ്ടാക്കി. മാരുതന്റെ ശരീരം താങ്ങാൻ തക്ക ശക്തമായ ഒരു കട്ടിൽ. കയറുകൾ അതിന്റെ വശങ്ങളിൽ സുരക്ഷിതമായി ബന്ധിച്ചിരുന്നു. അവർ മാരുതനെ അതിൽ സൗമ്യമായി കിടത്തി. വസ്ത്രങ്ങൾ കൊണ്ട് അതിന്റെ വശങ്ങളിൽ സുരക്ഷിതവും മൃദുവുമായ ഒരു സംരക്ഷണമൊരുക്കി. അവന്റെ ദുർബലമായ അവസ്ഥയെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നു. ഓരോരുത്തരായി അവരുടെ സഞ്ചികൾ തയ്യാറാക്കി. ചിലർ തങ്ങളുടെ ഭാരം കുറയ്ക്കാൻ അനാവശ്യമായ സാധനങ്ങൾ എടുത്തുമാറ്റി. നിവാന്തർ ദായുവിനെ സമീപിച്ചു. സൂക്ഷിച്ചുകൊള്ളൂ, ദായു കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു. നിവാന്തർ തലയാട്ടി. കണ്ണുകൾ നനഞ്ഞു. വാക്കുകളൊന്നും വേണ്ടിയിരുന്നില്ല. ദായു സംഘത്തിലേക്ക് തിരിഞ്ഞു. ആരൊക്കെയാണ് എൻ്റെ കൂടെ വരുന്നത്? നിശബ്ദത. കാറ്റ് അവന്റെ വസ്ത്രങ്ങളുടെ അരികിൽ ഇളകി. ദായു ആശയക്കുഴപ്പത്തോടെ ചുറ്റും നോക്കി. എല്ലാവരും തയ്യാറായി നിന്നു. പക്ഷെ അവനെ പിന്തുടരാൻ വേണ്ടിയല്ല. എല്ലാവരും മാരുതനോടൊപ്പം മലയിറങ്ങാനുള്ള പാതയിലായിരുന്നു. ഒരാൾ പോലും മുന്നോട്ട് നീങ്ങിയില്ല. ദായുവിന്റെ മുഖത്ത് ഞെട്ടൽ പടർന്നു. ഒടുവിൽ ജനോരിത് മുന്നോട്ട് വന്നു. അവന്റെ മുഖം വായിക്കാൻ കഴിയാത്തതായി തോന്നി. ഞാൻ മാരുതിനൊപ്പം പോകുന്നു, അവൻ പറഞ്ഞു. ഞാൻ മുന്നോട്ട് വന്നാൽ നീ എന്നെയും ഈ രൂപത്തിൽ താഴെ ഇറക്കേണ്ടി വരും. ദായുവിന്റെ കണ്ണുകൾ വിടർന്നു. മറ്റുള്ളവർ ജനോരിതിന്റെ പിന്നിൽ ഉറച്ചു നിന്നു. ആരും ഇനി മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. ദായുവിന്റെ ഹൃദയം തകർന്നു. നിവാന്തർ അവന്റെ അരികിലേക്ക് കയറി. നമ്മൾ ഇത്രയും ദൂരമെത്തി. കുറച്ചുകൂടി പോയാൽ നമുക്ക് വെള്ളം കണ്ടെത്താൻ കഴിയും. നമ്മളിൽ ഒരാൾ മാത്രമേ അവിടെ എത്തിയുള്ളൂവെങ്കിൽ പോലും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. ജനോരത് തലയാട്ടി. ഇതെല്ലാം നിന്റെ സ്വപ്നമാണ്. നമ്മൾ പാറകളിൽ കയറി, കൊടുമുടികൾ കടന്നു, ഒന്നും കണ്ടെത്തിയില്ല. മറുവശത്ത് വെള്ളമുണ്ടെങ്കിൽ പോലും നമ്മളെങ്ങനെ മല തുരന്ന താഴ്വരയിലേക്ക് കൊണ്ടുവരും? ഈ മലയിൽ മരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം താഴ്വരയിൽ മരിക്കാനാണ്. അവൻ തിരിഞ്ഞു മറ്റുള്ളവരോടൊപ്പം ഇറങ്ങാൻ തുടങ്ങി. 4 പേർ ചേർന്ന് കട്ടിൽ സൗമ്യമായി ഉയർത്തി. അതിന്റെ ഭാരം പങ്കിട്ടു. അവർ പതുക്കെ ജാഗ്രതയോടെ നീങ്ങി. ദായു നിശ്ചലനായി. മനസ്സു മരവിച്ചു. അവരുടെ ദൗത്യം അവനെ ചുറ്റും തകർന്നുകൊണ്ടിരുന്നു. അവൻ പ്രതീക്ഷയോടെ ധനിരവിനെയും നലൂകയെയും നോക്കി. അപ്പോഴേക്കും അവർ ജനോരതിന്റെ പിന്നിലായി നടന്നു തുടങ്ങിയിരുന്നു. തളർന്ന് അവനൊരു പാറയിലിരുന്നു. നിവാന്തർ അവന്റെ തോളിൽ കൈവച്ചു. നമ്മൾ ഇത്രയും അടുത്തെത്തി. ഇപ്പോൾ നമ്മൾ നിധി കണ്ടെത്താതെ മടങ്ങുകയാണ്, ദായു പറഞ്ഞു. നിവാന്തർ തിരിഞ്ഞു നോക്കി. അവന്റെ ശബ്ദമിടറി. അതാണ് സത്യം. നമുക്ക് മടങ്ങാം. ദായു പതുക്കെ എഴുന്നേറ്റു. മലയുടെ അപ്പുറത്തേക്ക് നയിക്കുന്ന ഇടുങ്ങിയ പാതയിലേക്ക് നോക്കാൻ അവൻ തിരിഞ്ഞു. ഒഴുകുന്ന നദിയുടെ ചിത്രങ്ങൾ, അവൻ സ്വപ്നം കണ്ട പച്ചപ്പ് അവന്റെ മനസ്സിൽ നൃത്തം ചെയ്തു. പക്ഷെ പിന്നിൽ മാരുതന്റെ ജീവിതം തുലാസിൽ തൂങ്ങിക്കിടക്കുന്നു. ഒരു നിമിഷത്തെ ചിന്തയ്ക്ക് ശേഷം അവൻ തനിച്ച് മലയുടെ അപ്പുറത്തേക്ക് പോകാൻ തീരുമാനിച്ച് അവിടേക്കൊരു ചുവട് വെച്ചു. നിവാന്തർ അവന്റെ കൈത്തണ്ടയിൽ പിടിച്ചു. തലകുലുക്കി. ദായു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. തോൽവിയും സങ്കടവും അവിടെ കാണാമായിരുന്നു. അവൻ തിരിഞ്ഞ് പാറക്കെട്ടുകൾ നിറഞ്ഞ പാതയിലേക്ക് വീണ്ടും നോക്കി. പിന്നെ പതുക്കെ ബാക്കിയുള്ളവരെ പിന്തുടർന്നു. പ്രതീക്ഷയുടെ അവസാന കനലുകൾ അവന്റെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. അവർ ഒരുമിച്ച് പടിപടിയായി താഴേക്കിറങ്ങി. താഴേക്കിറങ്ങുമ്പോൾ അവരെടുത്ത ഓരോ തിരിവും ദായുവിന്റെ ആത്മാവിന്റെ ഒരു ഭാഗം കീറിമുറിക്കുന്നത് പോലെ തോന്നി. കുറച്ചു ദിവസം വെള്ളത്തിൽ കുതിർത്തുവെച്ച വിത്തുകൾ ലാമി പുറത്തെടുത്തു. അവയിൽ നിന്നും ചെറിയ വെളുത്ത മുളകൾ ഉയർന്നു വന്നിരുന്നു. വരൾച്ചയിൽ പാടത്തുള്ള കൃഷി പരാജയപ്പെട്ടപ്പോൾ പുതിയ കൃഷിരീതി പരീക്ഷിക്കുകയായിരുന്നു അവൾ. കളപ്പുരയോട് ചേർന്നുള്ള ഭാഗത്ത് മരത്തൂണുകൾ കുഴിച്ചിട്ട് അവയുടെ മേൽക്കൂരയും വശങ്ങളും പുല്ലുകൊണ്ട് മറച്ച് ഒരു അഭയകേന്ദ്രം നിർമ്മിച്ചു. അതിനുള്ളിൽ പുറത്തുനിന്നുള്ള ചൂടിനെ തടഞ്ഞ് തണുപ്പ് നിലനിർത്താൻ ശ്രമിച്ചു. വരൾച്ചയിൽ താഴ്വരയിലെ കുടിവെള്ളത്തിനായുള്ള ഭൂരിഭാഗം കിണറുകളും വറ്റിപ്പോയെങ്കിലും ലാമിയുടെ വീടിനടുത്തുള്ള കിണറിൽ അപ്പോഴും പകുതിയോളം വെള്ളമുണ്ടായിരുന്നു. അവൾ അതിൽ നിന്നും കുറച്ചു വീതം വെള്ളമെടുത്ത് തറ നനച്ചു. അവൾ ഒരു തുള്ളി പോലും പാഴാക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ മേൽക്കൂര ഉണ്ടായിരുന്നിട്ടും വശങ്ങൾ മറച്ചിട്ടും ഉയർന്നു വരുന്ന ചൂടിൽ വെള്ളത്തിന്റെ പാളി വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെട്ടു. അവൾ വീണ്ടും വീണ്ടും ഭൂമിയിൽ സൗമ്യമായി വെള്ളമൊഴിച്ചു. പക്ഷേ ഭൂമി അളക്കാനാകാത്ത വിധം ദാഹിക്കുന്നതായി തോന്നി. ഒരു ചെറിയ മൺവെട്ടി ഉപയോഗിച്ച് അവൾ മണ്ണിന്റെ ശാഠ്യമുള്ള പുറന്തോടിലൂടെ ഇടിച്ചു. എത്ര നനച്ചിട്ടും അത് വഴങ്ങാൻ പാടുപെട്ടു. അവൾ പ്രാർത്ഥനയോടെ മുളച്ചു വന്ന വിത്തുകൾ ഓരോന്നായി ഇളക്കിയ മണ്ണിലിട്ട് പൊടികൊണ്ട് മൂടി. അതിനു മുകളിൽ വീണ്ടും വെള്ളമൊഴിച്ചു. അവളുടെ വസ്ത്രങ്ങൾ പൊടിയും മണ്ണും വിയർപ്പും കൊണ്ട് നിറഞ്ഞിരുന്നു. പണികളെല്ലാം കഴിഞ്ഞ് അവൾ വീടിന്റെ മുൻവശത്തേക്ക് വന്നു. അപ്പോൾ ഒരു ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഒരു ശബ്ദം അല്ല, നിരവധി ശബ്ദങ്ങൾ ഉച്ചത്തിൽ പരിഭ്രാന്തരായി വയലുകളിൽ പ്രതിധ്വനിച്ചു. അവൾ നടന്ന് വയലിന്റെ ഭാഗത്തേക്ക് വന്നു.
ചലനത്തിനിടയിൽ അവളുടെ കൈകൾ മരവിച്ചു. അവൾ പിടിച്ചിരുന്ന ചെറിയ കൊട്ട ചെറുതായി വിറച്ചു. വിരലുകളിൽ നിന്ന് വീണ് അത് നിലത്തിടിച്ചു. കാറ്റവളെ അടിച്ചതുപോലെ അവൾ നിശ്ചലയായി നിന്നു. ദൂരെ അവൾ അവരെ കണ്ടു. താഴ്വരയിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവരുടെ കാലുകൾ ഭൂമിയിലൂടെ ഇടിച്ചു നീങ്ങുന്നു. അവൾക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്ന് അവർ വിളിച്ചു പറഞ്ഞു. അവർ ആരെയോ ചുമന്നുകൊണ്ടാണ് വരുന്നത്. അടുത്തുള്ള വയലുകളിലൂടെ ആളുകൾ അവർക്കരികിലേക്ക് ഓടിയെത്തുന്നു. ആരൊക്കെയോ ചേർന്ന് ചുമന്നുകൊണ്ടുവന്ന ആളെ തങ്ങളുടെ തോളിലേക്ക് മാറ്റുന്നു. ലാമി വയലിലൂടെ അവർക്കരികിലേക്ക് ഓടി. ചുട്ടുപഴുത്ത ഭൂമി അവളുടെ കാലുകളിൽ പൊള്ളലേൽപ്പിച്ചു. അവളുടെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവളുടെ ഹൃദയം അവളുടെ വാരിയെല്ലുകളിൽ ഇടിച്ചു. അവൾ അടുത്തെത്തിയപ്പോൾ ആളുകൾ ചേർന്ന് ചുമന്നുകൊണ്ടുവന്ന ആളെ അവൾ കണ്ടു. മാരുതൻ. അവന്റെ ശരീരം വടികളും തുണിയും കൊണ്ട് കെട്ടിയിരുന്നു. അവൻ ചലനരഹിതനായിരുന്നു. അവളുടെ നെഞ്ചിനുള്ളിൽ എന്തോ തകർന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് അവൾ ആൾക്കൂട്ടത്തിനിടയിൽ തിരഞ്ഞു. അവൾ ദായുവിനെ കണ്ടു. അവൻ എല്ലാവരുടെയും പിന്നിലായി നടന്നു. അവന്റെ തോളുകൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു. മുഖത്ത് നിരാശ നിറഞ്ഞു നിന്നു. അവന്റെ കണ്ണുകൾ അവന്റെ മുന്നിൽ നിലത്തുറപ്പിച്ചു. പർവ്വതം ഇപ്പോഴും അവനിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ അവൻ കാലുകൾ വലിച്ചു. ലാമി അവന്റെ അടുത്തേക്ക് വന്ന് ആഴത്തിൽ ശ്വാസമെടുത്തുകൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ദായു കണ്ണുകൾ ഉയർത്തിയില്ല. പിന്നെ ഒടുവിൽ തകർന്നതും കൈപ്പേറിയതുമായ ശബ്ദത്തോടെ അവൻ പറഞ്ഞു, നമ്മൾ പരാജയപ്പെട്ടു. 2 വാക്കുകൾ, ലളിതം, കനത്തത്, പ്രതീക്ഷയെ തകർക്കുന്ന തരത്തിലുള്ള ഭാരം. അവർ മാരുതനെ മേഖലയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ശരീരം തിണ്ണയിൽ കിടത്തി. അവന്റെ നെഞ്ചപ്പോഴും ഉയർന്നു താന്നു, പക്ഷെ കഷ്ടിച്ചു മാത്രം. മേഖല അവന്റെ അരികിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ അവളുടെ കൈകൾ ചെറുതായി വിറച്ചു. അവൾ ചെവി അവന്റെ നെഞ്ചോട് ചേർത്തു. അവന്റെ ഹൃദയമിടിപ്പ് അനുഭവപ്പെട്ടു. അവന്റെ മുറിവുകൾ പരിശോധിച്ചു. പക്ഷെ അവളുടെ കണ്ണുകളിൽ സങ്കടം നിറഞ്ഞു. അവൻ ഇപ്പോഴും ശ്വസിക്കുന്നുണ്ട്. അവൾ പിറുപിറുത്തു. പക്ഷേ എനിക്കിവിടെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അവനെ കേതിരിലേക്ക് കൊണ്ടുപോകൂ, എത്രയും വേഗം. അവളുടെ ശബ്ദത്തിലെ തിടുക്കം ഒരു ചർച്ചയ്ക്കിട നൽകി. ലാമിയുടെ ഹൃദയം ഇതിനകം പൊട്ടിക്കഴിഞ്ഞിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. പക്ഷേ പിന്നിൽ നിന്നും മറ്റൊരു ശബ്ദം വന്നു, മൂർച്ചയുള്ളതും നിരാശാജനകവുമായ ഒരലർച്ച. മാരുതൻ! അത് ലോമിറയായിരുന്നു. അവൾ ഓടുകയായിരുന്നു. അവൾക്ക് ശ്വാസം മുട്ടി. ദൂരെ നിന്ന് അവനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവളുടെ കൈകൾ മുന്നിലേക്ക് നീട്ടി. അവൾ വഴിയിൽ ഇടറി വീണു. വീണ്ടും എഴുന്നേറ്റോടി. അവളുടെ കാലുകൾ വിറച്ചു. അവളുടെ പിന്നാലെ രുദയനും ലോർണിതയും ഓടി വന്നു. വിളറിയതും നിശ്ചലവുമായ മാരുതൻ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ലോമിറ അവന്റെ അരികിൽ മുട്ടുകുത്തി വീണു. അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ അവളുടെ കൈകൾ അവന്റെ നെഞ്ചിൽ ചുറ്റിപ്പിടിച്ചു. അവളുടെ നിലവിളി നിശബ്ദതയെ ഇളക്കിമറിച്ചു. മാരുതൻ, കണ്ണു തുറക്കൂ! അവൾ അലറി. അവളുടെ ശബ്ദം പരുക്കനായിരുന്നു. അവൾ അവന്റെ നെഞ്ചിൽ വീണ് കരഞ്ഞു. എന്നെ ഉപേക്ഷിക്കരുത്, ദയവായി ഉണരൂ. ലാമി പതുക്കെ മുന്നോട്ട് നീങ്ങി ലോമിറയുടെ പുറകിൽ കൈവച്ചു. അവൾ സംസാരിച്ചില്ല, അവിടെ തന്നെ നിന്നു. അവളുടെ സാന്നിധ്യം ലോമിറയ്ക്ക് ആശ്വാസം നൽകിയില്ല. അവൾ മാരുതനെ കൂടുതൽ മുറുകെ പിടിച്ചു. ചെറുതായി കുലുക്കി. അവളുടെ കണ്ണുനീർ അവന്റെ വസ്ത്രങ്ങൾ നനച്ചു. വിവരങ്ങൾ കേട്ടറിഞ്ഞ ഗ്രാമവാസികൾ ഓരോരുത്തരായി അവിടേക്ക് വന്നെത്തി. മാരുതന്റെ സഹോദരങ്ങൾ അവനെ കേതിരിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുത്തു. കരഞ്ഞുകൊണ്ട് ഒരു തൂണിൽ ചാരിയിരുന്ന രുദേയൻ എന്തോ ആലോചിച്ചുറപ്പിച്ച് എഴുന്നേറ്റ് വയലിലൂടെ ഓടി. കൂടുതൽ ആൾക്കാർ മേഖലയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. മൂപ്പന്മാരും വിയോരനും വേഗത്തിൽ വന്നു. വിയോരന്റെ ഭാവം ഇരുണ്ടതായിരുന്നു. അവന്റെ കണ്ണുകൾ മാരുതന്റെ മുഖത്തേക്കും പിന്നീട് മല കയറാൻ പോയ സംഘത്തിലേക്കും പിന്നെ ദായുവിന്റെയും നിവാന്തറിന്റെയും മേലും പതിച്ചു. നിവാന്തർ മുന്നോട്ട് നടന്നു. അവൻ പതുക്കെ സംസാരിച്ചു. അവൻ അവരോടെല്ലാം പറഞ്ഞു. അവർ എങ്ങനെ കയറി, മാരുതൻ എങ്ങനെ വീണു, വെള്ളം കണ്ടെത്താൻ അവരെങ്ങനെയൊക്കെ ശ്രമിച്ചു, എങ്ങനെ പരാജയപ്പെട്ടു. ദായു ഒന്നും മിണ്ടിയില്ല. അവൻ പിന്നിൽ തന്നെ നിന്നു. എല്ലാം കേട്ടുകഴിഞ്ഞിട്ടും മൂപ്പന്മാർ ഒന്നും പറഞ്ഞില്ല. വിയോരൻ താഴേക്ക് നോക്കി പതുക്കെ തലയാട്ടി. അവന്റെ കണ്ണുകളിൽ ശൂന്യത മാത്രം. ഒരു വാക്കുപോലും പറയാതെ അയാൾ തിരിഞ്ഞു നടന്നു. മാരുതനെ കേതിരിയിലേക്ക് കൊണ്ടുപോകാനുള്ള മരവണ്ടി തയ്യാറായി. അപ്പോഴേക്കും രുദേയൻ തിരിച്ചെത്തി. അയാൾ തന്റെ ഒരു വയൽ ദത്തേവിന് പണയം വെച്ച് കിട്ടിയ പണവുമായാണ് തിരിച്ചു വന്നത്. ശരീരത്തിലെ എല്ലാ അസ്ഥികളും ഒരു സ്പർശനത്തിൽ തകർന്നേക്കാമെന്ന മട്ടിൽ എല്ലാവരും ചേർന്ന് മാരുതനെ പതുക്കെ എടുത്ത് വണ്ടിയിൽ കിടത്തി. ലോമിറ അവന്റെ വശം വിട്ടു പോയില്ല. അവൾ വണ്ടിക്കുള്ളിലിരുന്നു. അവന്റെ കൈ പിടിച്ച് അവനോട് സംസാരിച്ച് മൃദുവായി കരഞ്ഞു. രുദേയനും ലോർണിതയും മാരുതന്റെ സഹോദരങ്ങളും പിന്നെ കുറച്ച് ഗ്രാമവാസികളും അവരെ അനുഗമിച്ചു. ചക്രങ്ങൾ തിരിഞ്ഞ് കേതിരിയിലേക്കുള്ള പാതയിലൂടെ വണ്ടി നീങ്ങിയപ്പോൾ താഴ്വര നിശബ്ദമായി നിന്നു. കാറ്റുപോലും നിശബ്ദമായിരുന്നു. അന്നു വൈകുന്നേരം മൂപ്പന്മാരും വിയോരനും വേലാതറും മാത്രമായ ഒരു യോഗം കൂടി. പക്ഷെ അവർ പരസ്പരം ചോദിച്ച ചോദ്യങ്ങൾക്ക്
ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. ഗ്രാമത്തിലെ ആളുകളുടെ സംഭാഷണങ്ങൾ നിശബ്ദമായിരുന്നു. കുട്ടികൾ പോലും കളിച്ചില്ല. ആൾക്കൂട്ടത്തിൽ നിന്നകന്ന് ഒരു വയലിന്റെ അരികിൽ ദായു ഒറ്റയ്ക്കിരുന്നു. അവന്റെ തോളുകൾ മുന്നോട്ട് ചാഞ്ഞു. അവന്റെ കണ്ണുകൾ ദൂരത്തേക്ക് ഉറ്റുനോക്കി. അവന്റെ വസ്ത്രങ്ങളിൽ മണ്ണ് പറ്റിപ്പിടിച്ചിരുന്നു. യുദ്ധം ചെയ്തൊന്നുമില്ലാതെ മടങ്ങിയ ഒരു പടയാളിയുടെ ക്ഷീണം അവന്റെ മുഖത്തുണ്ടായിരുന്നു. ലാമി അവന്റെ അടുത്തേക്ക് വന്നു. അവളൊന്നും പറഞ്ഞില്ല. അവൾ അവന്റെ അരികിലിരുന്ന് അവന്റെ കൈ പിടിച്ചു. അവൾ അവന്റെ നേരെ ചാരി. അവന്റെ തല അവളുടെ തോളിൽ പതുക്കെ ചായച്ചു. ലോകത്തിന്റെ ഭാരം ഒടുവിൽ വീഴാനൊരു സ്ഥലം നൽകിയതുപോലെ അവന്റെ ശരീരം തളർന്നു. അവർ സംസാരിച്ചില്ല. അവർക്കത് ആവശ്യമില്ലായിരുന്നു. അവർ മണിക്കൂറുകളോളം അവിടെയിരുന്നു. ഒരേ തോൽവിയിൽ പൊള്ളയായ രണ്ടാത്മാക്കൾ. ആരും ശ്രദ്ധിക്കാതെ സൂര്യൻ അസ്തമിച്ചു. ആകാശം നിറം മാറി. വയലിന്റെ മറ്റൊരു ഭാഗത്ത് യുനാഷർ അലഞ്ഞു നടന്നു. ശൂന്യതയിലൂടെ നീങ്ങുന്ന ഒരു നിഴലായിരുന്നു അവൻ. അവന്റെ ചുവടുകൾ ക്രമരഹിതമായിരുന്നു. നടക്കുമ്പോൾ അവൻ സ്വയം പിറുപിറുത്തു. എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? അവന്റെ ശബ്ദം ഒരു മന്ത്രണം പോലെയായിരുന്നു. പക്ഷേ താമസിയാതെ അത് ഉച്ചത്തിലായി. അവൻ കൂടുതൽ ദേഷ്യപ്പെട്ടു. ഈ താഴ്വര ശപിക്കപ്പെട്ടതാണ്. ദേവന്മാരാൽ ശപിക്കപ്പെട്ടതാണ്. പർവ്വതങ്ങളാൽ ശപിക്കപ്പെട്ടതാണ്. അവൻ തിരിഞ്ഞ് വിണ്ടുകീറിയ വയലുകളിലേക്ക് നോക്കി. എന്നിട്ട് ഭൂമിയിലേക്ക് തുപ്പി. കണ്ണുകൾ വിടർന്ന് ഇമവെട്ടാതെ അവൻ കഴുത്തിലെ മാല പൊട്ടിച്ചെറിഞ്ഞു. അവർ നമ്മളെയെല്ലാം ഉപേക്ഷിച്ചു. ദേവന്മാർ, മഴ, വെള്ളം. ഇനി ഈ സ്ഥലത്ത് എന്താണ് ബാക്കിയുള്ളത്? അവൻ തന്റെ വസ്ത്രങ്ങൾ ഊരി നിലത്തേക്കെറിഞ്ഞു. എന്നിട്ട് അവൻ വായുവിലേക്ക് നോക്കി അലറി. ഈ നാടിനെ ശപിക്കുക, ഈ ഭൂമിയെ ശപിക്കുക, ഈ മലകളെ ശപിക്കുക. അവൻ വയലിലൂടെ നഗ്നനായി നടന്നു. ആർത്തു വിളിച്ചു, പിറുപിറുത്തു, പിന്നെ മൃദുവായി ചിരിച്ചു. സന്തോഷം പകരാത്ത ഒരു ചിരി, ഭ്രാന്ത് മാത്രം. അപ്പോഴേക്കും ഇരുട്ട് താഴ്വരയെ സ്വന്തമാക്കിയിരുന്നു. മുകളിൽ ഒരു നേർത്ത ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. നക്ഷത്രങ്ങൾ മൃദുവായി മിന്നിമറയുന്നു. കാറ്റ് തിരിച്ചെത്തി. പക്ഷെ അതൊരു സമാധാനവും നൽകിയില്ല. ദുഃഖത്തിന്റെയും നഷ്ടത്തിന്റെയും, ആർക്കും എങ്ങനെ സുഖപ്പെടുത്തണമെന്നറിയാത്ത വേദനയുടെയും പ്രതിധ്വനികൾ മാത്രം.